ഇസ്രായേലിന്റെ വിദേശകാര്യമന്ത്രി ഗിദയോൺ സാർ രഹസ്യമായ രീതിയിൽ UAE സന്ദർശിച്ചു. യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് UAE പോലെയുള്ള ഒരു അറബ് രാജ്യം സന്ദർശിച്ചത് വലിയ രീതിയിൽ തെറ്റാണ് എന്ന് ചില അറബ് മാധ്യമങ്ങൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറയുകയും ചെയ്തു. സന്ദർശനം അതീവ രഹസ്യമായിട്ടാണ്. പക്ഷേ ഏതോ മീഡിയകൾ അത് കണ്ടെത്തുകയും അത് പുറത്തു വിടുകയും ചെയ്തു. അതോടുകൂടി വലിയ രീതിയിലുള്ള വിവാദമായി ഈ കാര്യങ്ങൾ മാറിയിരിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേൽ എല്ലാവരും മാറ്റി നിർത്തുന്ന ഒരു പ്രത്യേക അവസ്ഥയാണ് നിലനിൽക്കുന്നത്. എന്നാൽ UAEക്ക് ഇതിൽ എന്ത് കാര്യം എന്ന ചോദ്യം പ്രസക്തമായിട്ട് വന്നിരിക്കുകയാണ്. യുദ്ധാനന്തരമുള്ള രാഷ്ട്രങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഒരു രൂപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇസ്രായേലിൻ്റെ മന്ത്രി വന്നത് എന്ന് UAE പറഞ്ഞതായിരിക്കുന്ന വിവരം പുറത്തു വന്നിട്ടുണ്ട്. എന്നാൽ ആ വിവരം പറഞ്ഞത് ഗിദയോൺ എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രിയാണ് എന്നും പറയുന്നു. നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കുക, അബ്രാം അക്കോർഡുമായി ബന്ധപ്പെട്ട ഈ വിഷയങ്ങളിൽ പുനർനിർമ്മിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള ചർച്ച ചെയ്യുക, ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക എന്നുള്ളത്. ഫ്രീ ട്രേഡ് എഗ്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ കയറ്റുമതി ഇറക്കുമതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് തീരെ ടാക്സ് ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ UAEയിലേക്കും UAEയുടെ ഉൽപ്പന്നങ്ങൾ ഇസ്രായേലിലേക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറ്റം ചെയ്തുകൊണ്ട് വിൽപ്പന നടത്തുന്ന പ്രവൃത്തിയാണ്. എന്നാൽ UAEയുടെ ഉൽപ്പന്നങ്ങളൊന്നും ഇസ്രായേലിലേക്ക് ഇറക്കാനില്ല. എന്നാൽ ഇസ്രായേലിൻ്റെ ഉൽപ്പന്നങ്ങൾ ഒരുപാട് UAEയിലേക്ക് വരാനുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് അത് വലിയ സാമ്പത്തിക നഷ്ടം UAEക്ക് ഉണ്ടാകുമെന്ന് അവർ മനസ്സിലാക്കുക.